Hi children, how are you? All are fine? Okay. What we have learned in our previous class? Yes, we have learned about what are the different types of food items we taken from animals. What are they? Yes, milk, egg, meat, fish, etc. And why we are said that we should include different types of substances in our food. നമ്മൾ എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണ് യെസ് ദ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഫുഡ് ഈസ് എ കോസ് ഓഫ് വാരിയസ് ഡിസീസസ്. നമ്മൾ ഫുഡിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. എല്ലാ ഫുഡ് ഐറ്റംസിലും ഒരേ അളവിലാണോ ന്യൂട്രിയൻസ് ഉണ്ടാവുക? അല്ല അല്ലേ. the amount of nutrients are not in equal quantities in different food substances. That is because we should take different type of food items in our food അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമ്മളുടെ മീൽസിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം. പിന്നെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ലീഫി വെജിറ്റബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ലീഫി വെജിറ്റബിൾസിൽ എന്തുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റം ന്യൂട്രിയൻസ് ഉണ്ട്. ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. സോ വി ഷുഡ് ടേക്ക് ലീഫി വെജിറ്റബിൾസ് ഇൻ അവർ മീൽസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കുക്ക്ഡ് ഫുഡ് ഐറ്റംസും അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് അൺകുക്ക്ഡ് ആയിട്ട്, അതായത് റോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. എല്ലാ വെജിറ്റബിൾസും നമുക്ക് അൺകുക്കായിട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ചില ഫുഡ് ഐറ്റംസ്, അതായത് ചില വെജിറ്റബിൾസ് നമുക്ക് കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കുക്ക് ചെയ്യും തോറും ന്യൂട്രിയൻസിൻ്റെ അളവ് ഡിക്രീസ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ നമ്മൾ അധികം വേവിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. Now we have to move on 5 friends. What are the 5 friends? Yes, നിങ്ങൾ സെൻസ് ഓർഗൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? What are the sense organs? നമുക്ക് ടേസ്റ്റ്, ടച്ച്, സ്മെൽ, ഹിയറിങ് അല്ലേ. ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഐസ്, ഇയർ, സ്കിൻ, നോസ്, ടങ്. ഈ ഓർഗൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻസേഷൻസ് ഒക്കെ നമ്മൾ അറിയുന്നത് അല്ലേ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത് സ്കിന്നുള്ളത് കൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. സ്മെല്ല് അറിയുന്നത് എങ്ങനെയാണ്? നോസിൽ കൂടെ അല്ലേ. നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ഒരു സൗണ്ട്, മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ത്രൂ ഇയർ അല്ലേ. നമ്മളൊരു ഫുഡ്, ഒരു മാംഗോ കഴിക്കുമ്പോൾ അത് സോറാണോ, സ്വീറ്റാണോ, പുളിയാണോ, മധുരമാണോ എന്ന് നമ്മളെങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ ടങ്ങാണ് അതിന് നമുക്ക് ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഫോണിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള പിക്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ത്രൂ ഐ ആണ് നമുക്ക് കാണാൻ സഹായിക്കുന്നത്. ഇങ്ങനെ നമുക്ക് 5 ഓർഗൻസ് ഉണ്ട് നമ്മളെ സെൻസേഷൻസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ദർ ആർ 5 ഓർഗൻസ്, ദർ ആർ 5 സെൻസ് ഓർഗൻസ്. അതാണ് നമ്മളിവിടെ 5 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ 2 മാംഗോസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു റോ മാംഗോ ആൻഡ് റൈപ്പൺ മാംഗോ ഉണ്ട് അല്ലേ. ഒരു പച്ച മാങ്ങയും ഒരു പഴുത്ത മാങ്ങയും ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്? പച്ച മാങ്ങയുടെ ടേസ്റ്റ് എന്താണ്? യെസ്, സോറാണ്, പുളിയാണ് അല്ലേ. റൈപ്പൺ മാംഗോക്കോ സ്വീറ്റാണ്. നിങ്ങളത് എങ്ങനെയാണ് അറിഞ്ഞത്? ത്രൂ യുവർ ടങ്. നമ്മൾ കഴിക്കുമ്പോൾ നാവാണ്, നമ്മുടെ ടങ്ങാണ് നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കി തരുന്നത്. ദീസ് മാംഗോ ഹാവ് എനി സ്മെൽസ്? എന്തെങ്കിലും സ്മെല്ലുണ്ടോ? പഴുത്ത മാങ്ങയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അല്ലേ. അത് നമ്മളെങ്ങനെയാണ് അറിഞ്ഞത്? ത്രൂ അവർ നോസ്. ഈ മാംഗോയുടെ കളർ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു പച്ച മാംഗോക്ക് എന്ത് കളറാണ്? ഗ്രീൻ കളറും റൈപ്പൺ മാംഗോക്ക് യെല്ലോയിഷ് ഓറഞ്ച് കളറും ഉണ്ടല്ലോ. അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ത്രൂ അവർ ഐസ്. നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അല്ലേ.
പിന്നെ മാംഗോ നമുക്ക് എടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് മാംഗോ ആണെന്ന് അല്ലേ. അതുപോലെ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഞെക്കി നോക്കിയാൽ അറിയാൻ പറ്റും അത് പഴുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ അറിഞ്ഞത് ബൈ ടച്ച് അല്ലേ. ടച്ച് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സ്കിന്നാണ്. നമ്മുടെ ഓരോ ഓർഗൻസിലും ഓരോ സെൻസ് ഓർഗൻസിലും അതിനാവശ്യമായിട്ട് അത് നമ്മൾക്ക് സെൻസേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റിസപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഓരോ സെൻസേഷൻസും അറിയാനായിട്ട് ഡിഫറെൻറ്റ് സെൻസ് ഓർഗൻസ് ഉണ്ട് എന്ന് മാത്രം പഠിക്കുക. അതിൻ്റെ പിക്ചേഴ്സും ഏതൊക്കെ സെൻസ് ഓർഗൻസ് ഏതൊക്കെ സെൻസേഷനാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. What is the taste of a raw mango? Yes, sour. And that of a ripe mango? Sweet. Okay. How did you identify the sour taste of the raw mango and the sweet taste of the ripe mango? നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? By our tongue, അല്ലേ? By tasting them with your tongue. Didn't you? നിങ്ങളുടെ നാവ് വെച്ചിട്ടല്ലേ അറിഞ്ഞത്. അപ്പം how did you identify the sour taste of the raw mango and the sweet taste of the ripe mango എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതണം? By tasting them with our tongue. Okay. Next, it is the tongue that help us to identify taste. എന്താണ്? നമ്മുടെ ടങ് ആണ് നമ്മളുടെ ടേസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? there are another organ too that help us identify things. ടങ് മാത്രമാണോ നമുക്ക് ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്? അല്ല. അതുകൂടാതെ തന്നെ നമുക്ക് ഐസ് ഉണ്ട്, ഇയർ ഉണ്ട്, നോസ് ഉണ്ട്, ടങ് ഉണ്ട്, ദെൻ നമ്മൾക്ക് സ്കിൻ ഉണ്ട് ഫോർ ബൈ ടച്ചിങ് അല്ലേ. ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ. ഇത്രയും ഓർഗൻസ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. We identify things using 5 organs. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വസ്തുക്കളെ തിരിച്ചറിയുന്നത്? By using our 5 organs, namely eyes, nose, tongue, skin and ears. നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത്? By 5 sense organs. 5 organs. They are eyes, nose, tongue, skin and ears. They are called the 5 senses. What are the 5 senses? Eyes, nose, tongue, skin and ears. Don't we learn by seeing, hearing, smelling, tasting and touching? അല്ലേ? നമുക്ക് ഈ ഒരു സെൻസേഴ്സ് വെച്ചിട്ടാണ് ഏതൊക്കെയാണ് നമ്മൾ അറിയുന്ന സെൻസസ്? സീയിങ്, ഹിയറിങ്, സ്മെല്ലിങ്, ടേസ്റ്റിംഗ് ആൻഡ് ടച്ചിങ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വസ്തുക്കളും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. വി കം ടു നോ ഓഫ് തിങ്സ് ത്രൂ ദീസ് 5 സെൻസസ്. നമ്മൾ ഈ 5 സെൻസസും വെച്ചിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും തിരിച്ചറിയുന്നത്. എങ്ങനെയൊക്കെയാണ്? ബൈ നോയിങ്, നോയിങ് ബൈ സീയിങ്, നോയിങ് ബൈ ഹിയറിങ്, നോയിങ് ബൈ സ്മെല്ലിങ്, നോയിങ് ബൈ ടേസ്റ്റിംഗ് ആൻഡ് നോയിങ് ബൈ touching. We learn by seeing, hearing, smelling, tasting and touching. അങ്ങനെയാണ് നമ്മുടെ ഓരോ വസ്തുക്കളെയും തിരിച്ചറിയുന്നത്. ഇനി ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്യണം ബൈ പുട്ടിങ് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. ഇവിടെ ഐ, നോസ്, ടങ്, സ്കിൻ, ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ സിറ്റുവേഷൻസും നിങ്ങൾ വായിച്ചിട്ട് അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ നേരെ മാത്രം ടിക്ക് ചെയ്യുക. മിസ് ഒരു എക്സാമ്പിൾ പറയാം, ബാക്കി നിങ്ങൾ ചെയ്യാം. കളർ ഓഫ് ദ റെയിൻബോ. നമ്മൾ എങ്ങനെയാണ് റെയിൻബോയുടെ കളർ മനസ്സിലാക്കുന്നത്? യെസ്, ബൈ ഐ. അപ്പോൾ പുട്ട് എ ടിക്ക് ഓൺ ഐ. സൗണ്ട് ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ സൗണ്ട് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ബൈ അവർ ഇയേഴ്സ്. അപ്പോൾ ഇയറിൻ്റെ അവിടെ ടിക്ക് കൊടുക്കുക. ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, let's have meals together. Let's have meals together. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളെ കൈയും മുഖവും നന്നായിട്ട് കഴുകണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേറ്റ് കഴുകണം അല്ലേ. നമ്മുടെ കഴിക്കാൻ പോകുന്ന പ്ലേറ്റ് കഴുകിയിട്ടുണ്ടോ നോക്കണം. നമ്മൾ കൈ നന്നായിട്ട് എങ്ങനെ കഴുകണം? സോപ്പിട്ട് കഴുകണം അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി രാമു അവൻ സ്കൂളിലാണ്. സ്കൂളിൽ അവൻ ബെല്ലടിക്കുന്നത് കാത്തിരിക്കുകയാണ്.
നമുക്ക് ലഞ്ച് ടൈമിൽ ബെല്ലടിക്കും അല്ലേ, ഫുഡിന് വേണ്ടി ബെല്ലടിക്കും. അപ്പോൾ അവനത് നോക്കിയിരിക്കുകയായിരുന്നു. ബെല്ലടിച്ചതും അവന് സ്പ്രാങ് അപ്പ്, അവൻ ഓടിപ്പോയി, പെട്ടെന്ന് അവൻ ഓടിപ്പോയി, അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ കൈ കഴുകിയോ എന്ന്. അങ്ങനെ പലപ്പോഴും പല കുട്ടികളും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ, നല്ല കുട്ടികളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈയും പ്ലേറ്റും നന്നായിട്ട് കഴുകിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. It was afternoon. Ramu started feeling hungry. He eagerly waiting for the bell. രാമു ഒരു കുട്ടിയാണ് അല്ലേ, അവന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയായി തുടങ്ങി. അവൻ ബെല്ലടിക്കുന്നത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ടിങ് 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 ബെല്ലടിച്ചു. ഹീ സ്പ്രാങ് അപ്പ്, അവൻ പെട്ടെന്ന്, സ്പ്രാങ് അപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി എന്നുള്ളത്. നമ്മൾ ഹറിയായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് സ്പ്രാങ് അപ്പ് എന്ന് പറയാം. റാമു ആൻഡ് ഹിസ് ഫ്രണ്ട് മൂവ് ടുവേർഡ്സ് ദ ക്യാൻറ്റീൻ. അവർ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി, ക്യാൻറ്റീനിൽ പോയി. റാമു, യു ഡിഡിൻറ്റ് വാഷ് യുവർ ഹാൻഡ്സ്. മണിക്കുട്ടീസ് വേർഡ്സ് റിമൈൻഡഡ് ഹിം ഓഫ് ഇറ്റ്. അവൻ വിശപ്പിൻ്റെ ആ ഒരു തിരക്കിൽ എന്താണ്, കൈ കഴുകാതെ ഫുഡിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ മണിക്കുട്ടി അവനെ ഓർമ്മിപ്പിച്ചു. എന്തെന്ന്? രാമു, യു ഡിഡിൻറ്റ് വാഷ് യുവർ ഹാൻഡ്സ്. നീ നിൻ്റെ കൈ കഴുകുന്നില്ലേ എന്ന് ചോദിച്ചു. ഹി ഓപ്പൺ ദ ടാപ്പ് ആൻഡ് വാഷ് ഹാൻഡ് ആൻഡ് പ്ലേറ്റ്. ദെൻ ഹി സാറ്റ് ഫോർ ലഞ്ച്. അവൻ പൈപ്പ് തുറന്നു, പാത്രവും അവൻ്റെ കൈയും നന്നായിട്ട് കഴുകി. ഡു യു ഫോർഗെറ്റ് ലൈക്ക് രാമു ടു വാഷ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? രാമുവിനെ പോലെ ഇല്ല അല്ലേ, കാരണം നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയും മുഖവും നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകും. പിന്നെ എന്താണ്, പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ് ബിഫോർ മീൽസ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈ ഒന്നും കഴുകിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ജേംസ് എല്ലാം നമ്മുടെ ഫുഡിലെത്തി, അത് നമ്മുടെ വയറ്റിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൈയും മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ബിഫോർ വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡു നോട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ് എന്ന് ചോദിച്ചതിന് ആൻസറായിട്ട് നമുക്ക് എഴുതാനുള്ളത്. നെക്സ്റ്റ്, ടുവേർഡ്സ് ക്ലീൻലിനെസ്സിനെ പറ്റിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. ഒരു ബക്കറ്റിൽ നിങ്ങൾ 3/4 വാട്ടർ എടുക്കുക. ടേക്ക് 3/4 ഓഫ് പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ഒരു ബക്കറ്റിൽ ഒരു 3/4 വെള്ളം എടുക്കുക. ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടേബിളിൽ വെക്കുക. ബിഫോർ ഹാവിങ് മീൽസ് ലെറ്റ് ഈച്ച് ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് വാഷ് ഹാൻഡ്സ് വിത്ത് ദ വാട്ടർ ഇൻ ദി ബക്കറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബക്കറ്റിലുള്ള വെള്ളത്തിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് കൈ കഴുകുക. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം, ആഫ്റ്റർ ദിസ് ടേക്ക് ദിസ് വാട്ടർ ഇൻ എ അനദർ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ടേബിൾ. അതിൽ നിന്ന്, ആ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, മേശപ്പുറത്ത് വെക്കുക. എന്നിട്ട് ആ 2 വെള്ളത്തിൻ്റെയും വാട്ടറിൻ്റെയും കളർ ചേഞ്ച് നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യുക. ഇവിടെ നോക്കുക, കണ്ടോ, 2 ഗ്ലാസ്സിലും വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലാസ്സിലെ വെള്ളം പ്യുവറാണ്, മറ്റേത് ഡേർട്ടി വാട്ടറാണ് അല്ലേ. നമ്മളെല്ലാവരും കൈ കഴുകിയപ്പോൾ എന്താണ് ഉണ്ടായത്, ഡേർട്ടി വാട്ടറായിട്ട് മാറി. നൗ ഒബ്സർവ് ബോത്ത് ദ ഗ്ലാസസ്. വാട്ട് ഡു യു ഫൈൻഡ്? യെസ്, ഒന്ന് ഡേർട്ടി വാട്ടറാണ്, ഒന്ന് ക്ലീൻ വാട്ടറാണ്. വൈ ഈസ് ദർ എ കളർ ചേഞ്ച് in the water in the second glass? Yes, there is a color change in the second glass because there is so much of dirt that we do not see, isn't it? നമ്മുടെ കയ്യിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഡേർട്ട് ഉണ്ടായിരുന്നു, അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ ആ വെള്ളത്തിൽ കലർന്നപ്പോഴാണ് വെള്ളത്തിന് വേറെ കളറായി മാറിയത് അല്ലേ. ഡോണ്ട് യു റിയലൈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ്സ്? വിൽ യു നൗ ഫോർഗെറ്റ് ടു വാഷ് ഹാൻഡ്സ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഭക്ഷണത്തിന് മുൻപ് നമ്മൾ കൈ കഴുകണം എന്ന് പറയാൻ കാരണം അല്ലേ. നമ്മുടെ കയ്യിൽ നമ്മൾ കാണാത്ത ഒരുപാട് അഴുക്കുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മറക്കാതെ കൈ കഴുകണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് കൈകളൊക്കെ കഴുകണം. പിന്നെ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? വാട്ട് ആർ അവർ 5 സെൻസ് ഓർഗൻസ്? ഏതൊക്കെയായിരുന്നു? ഐ, ഇയർ, പിന്നെ
സ്കിൻ, നോസ് ആൻഡ് ടങ്. ഇതാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഫോർ നോയിങ് ബൈ സീയിങ്, നോയിങ് ബൈ ഹിയറിങ്, നോയിങ് ബൈ സ്മെല്ലിങ്, നോയിങ് ബൈ ടേസ്റ്റിംഗ്, നോയിങ് ബൈ ടച്ചിങ്. ഇതൊക്കെയാണ് ഈ സെൻസ് ഓർഗൻസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്? ഓക്കെ, താങ്ക് യു. ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ട് മിസ്സിന് എത്രയും പെട്ടെന്ന് അയച്ചു തരാം കേട്ടോ.